ഈ ഞാൻ എന്ന വിചാരം അത് മനുഷ്യനെ വലിയ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്ന വിചാരമാണ് ഞാൻ. നമുക്ക് ചിലപ്പോൾ ഉണ്ട് ചില വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ കണ്ടത് പറയുന്നു. ചിലർ പറയുമ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങ് പറഞ്ഞാൽ പോരെ, വിഷയം പറഞ്ഞാൽ പോരെ, അത് തൻ്റെ ബഹുമാനം പറയാ, അതിന്റെ ആവശ്യമില്ലല്ലോ, അവനവനെ പൊക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. ലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങളെ നിങ്ങൾ പൊക്കി പറയരുത്, നിങ്ങളെ നിങ്ങൾ പൊക്കി പറയരുത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശത്തിൽ ഒന്നാണ് നിങ്ങളെ നിങ്ങൾ പൊക്കി പറയരുത്. അതുപോലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പൊക്കി പറയരുത്. അങ്ങനെ പൊക്കി പറയുന്നത് ഗുണം ചെയ്യില്ല. ആ കുട്ടികളോട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൂടാ എന്നല്ല. കുട്ടികൾ നല്ല മാർക്ക് വാങ്ങി വന്നാൽ വളരെ ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾ പ്രോത്സാഹിപ്പിക്കലാണ്. അതല്ല, വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കുളൂസ് പറയാം, എന്റെ മകൻ അങ്ങനെ, എന്റെ മകൻ ഇങ്ങനെ, അങ്ങനെയുള്ള കുളൂസ് പറയാൻ അത് യഥാർത്ഥത്തിൽ നല്ല ഒരു സമീപന രീതി അല്ല. മറിച്ച് താഴ്മയുള്ള സ്വഭാവം അതാണ് എപ്പോഴും ആവശ്യം. നമ്മൾ താഴ്മയോടെ ജീവിക്കണം. അതേപോലെ മറ്റൊരാളെ നമ്മൾ ഒരിക്കലും നിസ്സാരപ്പെടുത്താൻ, നമുക്ക് ചെറുതാണെന്ന് തോന്നുന്ന ആളുകൾ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മളെക്കാൾ എത്രയോ ഉയർന്നവരായിരിക്കും. ഒരാളെയും ചെറുതാക്കി കണ്ടുകൂടാ. അല്ലാഹുവിന്റെ അടുക്കൽ ആരാണ് വലിയവർ എന്ന് നമുക്കറിയില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അഹങ്കാരികളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത്. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, ഈ ഭൂമിയിൽ അഹങ്കാരം കാണിക്കുന്നവർ, അവർക്ക് നമ്മളെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാവില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അഹങ്കാരികൾക്ക് വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. കദാലിക യത്ബഉ അല്ലാഹു അലാ കുല്ലി ഖൽബിൻ മുതകബ്ബിരിൻ ജബ്ബാർ. അഹങ്കാരമുള്ള മനസ്സാണോ പടച്ചവൻ നല്ലത് മനസ്സിലേക്ക് കടത്തൂല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അഹങ്കാരികളെ അല്ലാഹു തആല ഇഷ്ടപ്പെടൂല. ഇങ്ങനെ എത്ര ആയത്തുകളാണ് അഹങ്കാരമുള്ളവർക്കെതിരെ ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യൻദുറുല്ലാഹു ഇലാ റജുലിൻ യജുറു ഇസാറഹു ബതറാ. അഹങ്കാരത്താൽ നെരിയാണിയുടെ ചുവടെ തുണി വലിച്ചഴച്ച് നടക്കുന്നവൻ, അവനിലേക്ക് അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അഹങ്കാരമുള്ളവന്റെ ചില സ്വഭാവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിര്യാണിക്ക് താഴെ തുണി വലിച്ചഴച്ച് നടക്കുക എന്ന് പറയുന്നത്. അത് അഹങ്കാരികളുടെ സ്വഭാവമാണ്. അതൊരൽപ്പം കയറ്റി ഉടുക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതേ അത്തരം ആളുകളിലേക്ക് അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. ഏതെങ്കിലും സമയത്ത് അറിയാതെ തുണി താഴ്ന്നു പോയതോ, അല്ലെങ്കിൽ കുപ്പായ അടിച്ചപ്പോ അത് കുറച്ച് ഇറങ്ങിപ്പോയതോ, അപ്പൊ പിന്നെ അത് വിട്ടങ്ങ് പോയാൽ അതതിൽപ്പെട്ടതല്ല, അത് അഹങ്കാരം കൊണ്ടല്ല, സംഭവിച്ചു പോയതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ തുണി ചിലപ്പോൾ ഇറങ്ങിപ്പോകാറുണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിൽപ്പെട്ട ആളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഹങ്കാരിയല്ല, വളരെയേറെ വിനയമുള്ള ആളാണ്. ഭരണം ഏറ്റെടുത്ത ദിവസം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ തൊട്ടടുത്ത വീട്ടിലുള്ളൊരു ചെറിയ കുട്ടി ഉമ്മയോട് വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ ആട്ടിനെ കറക്കാൻ ആരെയാ കിട്ടുക? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിപ്പോയില്ലേ, നമുക്ക് ദിവസേന വന്ന് ആട്ടിനെ കറന്നു തരൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണല്ലോ, ഭരണത്തിൽ കയറിയില്ലേ, ഇനി നമുക്ക് ആട്ടിനെ കറക്കാൻ ആരെ കിട്ടും? അത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഭയപ്പെടണ്ട, നാളെയും ഞാൻ അവിടെ ഡ്യൂട്ടിക്കെത്തും. ശമ്പളത്തിനുള്ള ഡ്യൂട്ടിയല്ല, സേവന പ്രവർത്തനമാണ്.
സുഹൃത്തുക്കളെ, അവരല്ലല്ലോ, അവർക്ക് അഹങ്കാരമില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തലയെടുത്ത് മടിയിൽ വെച്ചപ്പോൾ മകന്റെ മടിയിൽ നിന്ന് അത് ഭൂമിയിലേക്ക് വെക്കുമോനെ എന്ന് പറഞ്ഞില്ലേ? കാരണം എന്തേ? ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നൊരടിമയാണ്, ഞാനൊന്ന് ഭൂമിയിൽ തലവെച്ച് കിടക്കട്ടെ എന്ന നിലക്കാണ്. അവർക്കൊന്നും ഒരൽപ്പവും അഹങ്കാരമില്ല. മഹറിന് പരിധി നിശ്ചയിക്കുകയാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു പാവപ്പെട്ട സ്ത്രീ, നിങ്ങൾക്കതിന് അധികാരമില്ല ഉമറേ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ കിന്താർ എത്ര തന്നെ മഹർ വാങ്ങിയാലും തലാഖ് ചൊല്ലുന്ന സമയത്ത് തിരിച്ചു ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ എത്രയും വാങ്ങാമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ, എത്രയും കൊടുക്കാമെന്ന് മനസ്സിലാക്കാമല്ലോ. നിയമം കൊണ്ടത് വിരോധിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. പറഞ്ഞതൊരു പാവപ്പെട്ട കിഴവിയായ ഉമ്മയാണ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞത് വേറൊരു റിപ്പോർട്ടിൽ കുല്ലുന്നാസി അഫ്ഖഹു മിൻ ഉമർ, എല്ലാവരും ഉമറിനേക്കാൾ വിവരമുള്ളവരാണ്, എല്ലാവരും ഉമറിനേക്കാൾ വിവരമുള്ളവരാണ്. ഒരു ചെറിയ കണിക പോലും ഞാനൊരു വിവരമുള്ളവനാണെന്ന ചിന്തയോ, ഞാൻ പറഞ്ഞതിനപ്പുറം ആരാണ് പറയാനുള്ളത് എന്ന അഹങ്കാരമോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനില്ല. സാലിഹീങ്ങളായ ഇമാമിങ്ങൾക്കാർക്കുമില്ല. അതല്ലേ ശരിയായ പണ്ഡിതന്മാരുടെ സ്വഭാവം. മഹാനായ സുൽത്താനുൽ ഉലമാ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു ഗ്രന്ഥത്തിൽ ഒരു വിഷയം എഴുതിപ്പോയി, അല്ല ഒരു ഫത്വ കൊടുത്തുപോയി. പിന്നീട് ബോധ്യപ്പെട്ടു, എൻ്റെ ആ ഫത്വയിൽ അബദ്ധമുണ്ടെന്ന് ബോധ്യപ്പെട്ടു. മഹാനവറുകൾ കൈറോ ടൗണിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഫനാദാ ഫീ മിസ്ർ വൽ ഖാഹിറ, ഈജിപ്തിൽ കൈറോവിലും കൈറോ അടക്കമുള്ള ഈജിപ്ത് പ്രദേശങ്ങളിൽ ഉറക്കെ വിളിച്ചു പറയുകയാണ്, മൻ അഫ്താലഹു ഫുലാനും ബികദാ ഫലാ യഅമൽ ബിഹി ഫഇന്നഹു ഖത്അ. അതേ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം കൊടുത്ത ഒരു ഫത്വ, അതനുസരിച്ച് ആരും പ്രവർത്തിക്കല്ലേ, അതിൽ അബദ്ധം വന്നിട്ടുണ്ട്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ സാലിഹീങ്ങൾ, അവർക്ക് അഹങ്കാരത്തിന്റെ ഒരു കണിക പോലുമില്ല. വളരെ താഴ്മയോടെ ജീവിക്കുകയാണവർ.